തിരുവനന്തപുരം പാറ്റൂരിൽ ഏകദേശം ഒരു 6:25 കൂടിയാണ് ഈ വലിയ അപകടം നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ കൊടും വളവ്, അതായത് എയർപോർട്ടിലേക്ക് പോകുന്ന പ്രധാന പാതയാണ്. ഈ പ്രധാന പാതയിലൂടെ അമിത വേഗത്തിലെത്തിയ ഫിയറ്റ് കാറാണ് ഈ ഡിവൈഡർ തകർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഡിവൈഡർ ഇടിച്ചുകൊണ്ട് ഇപ്പുറത്തെ റോഡിലേക്ക് വന്നത്. അതായത് ജനറൽ ആശുപത്രി റോഡിലേക്ക് കയറുകയും തുടർന്ന് ഈ റോഡിലൂടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോയും അതേപോലെ തന്നെ ഇരുചക്ര വാഹനവുമാണ് ഇടിച്ചു തെറിപ്പിച്ചതെന്നുള്ളതാണ്. ഇടിയിൽ വലിയ ഗുരുതരമായ പരിക്കുകൾ ഈ നിലവിൽ ഓട്ടോ ഡ്രൈവർക്കും അതേപോലെ തന്നെ ഓട്ടോയിൽ ഉണ്ടായിരുന്നവർക്കും ബൈക്കിലുണ്ടായിരുന്നവർക്കും ഉണ്ടെന്നുള്ളതാണ്. ബൈക്ക് യാത്രികൻ്റെ കാല് ഈ ഇപ്പുറത്ത് കാണുന്നത് ഈ മതിലിനപ്പുറത്തേക്ക് ഒരു സെമിത്തേരിയാണ്. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രലിൻ്റെ തന്നെ സെമിത്തേരിയാണ്. ആ സെമിത്തേരിക്ക് മുകളിലുള്ള കൽക്കെട്ടിൽ നിന്നാണ് ഇപ്പോൾ ആ യുവാവിൻ്റെ കാല് പോലീസിന് കിട്ടുന്നതെന്നുള്ളതാണ്. ഏറെ നീണ്ട നേരത്തെ തിരച്ചിലിനൊടുവിലാണ് ഈ കാല് കിട്ടുന്ന ഒരു ഘട്ടമുണ്ടായത്. മാത്രമല്ല ഈ ഫിയറ്റ് കാറിലുണ്ടായിരുന്നവർ അമിതമായി മദ്യപിച്ചാണ് വാഹനം ഓടിച്ചത്. അങ്ങനെയാണ് ഈ അപകടം നടക്കുന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. എന്തായാലും ഈ കാറ് തുറന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് മദ്യക്കുപ്പികളും അതേപോലെ തന്നെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലും അടക്കമുണ്ടായിരുന്നു. ഇവർ പലയിടത്തും വാഹനം നിർത്തിയിട്ട് മദ്യപിച്ച ശേഷമാണ് ഈ കൊടും വളവിൽ അമിത വേഗത്തിൽ എത്തിയെന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് ഇപ്പോൾ നിലവിൽ ഈ 2 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരുമായിട്ട് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന 4 പേരാണ്. 4 പേർക്കും സാരമായി തന്നെ പരിക്കുണ്ട്. ജനറൽ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുമുണ്ട്. ബാക്കിയുള്ളവരെ മെഡിക്കൽ കോളേജിലും അതേപോലെ തന്നെ യുവാവിനെ കിംസ് ആശുപത്രിയിലും പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയാണ്. സാരമായ പരിക്കുകളാണ് യുവാവിനുള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രകടമായ കാര്യം. എന്തായാലും വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ അമിത വേഗത്തിലെത്തിയതും മദ്യപിച്ചുകൊണ്ടുള്ള വാഹനം ഓടിച്ചതുമാണ് ഇപ്പോൾ നിലവിൽ ഈ അപകടത്തിന് പ്രധാന കാരണം. കൊടും വളവിൽ അമിത വേഗത്തിലാണ് ഈ വാഹനം ഉണ്ടായിരുന്നത്. മദ്യപിച്ചുകൊണ്ടാണ് വാഹനം ഓടിച്ചത്. അതുമാത്രമല്ല ഈ ബൈക്ക് യാത്രികൻ്റെ കാല് പൂർണ്ണമായും അറ്റുപോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഈ റോഡിന് എതിർവശത്തുള്ള ഈ സെമിത്തേരിയിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ ഈ കാല് ലഭിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഈ 4 പേർക്കാണ് സാരമായി പരിക്കേറ്റതെന്നുള്ളത്. കൊല്ലങ്കോട് സ്വദേശി സന്തോഷ്, 45 വയസ്സുള്ള സന്തോഷ്, അതുപോലെ തന്നെ ബൈക്ക് യാത്രികനായിട്ടുള്ള പ്രശാന്ത് കുമാർ, 45 വയസ്സുള്ള പ്രശാന്ത് കുമാർ, പൊഴിയൂർ സ്വദേശികളായിട്ടുള്ള അനിത, അതേപോലെ തന്നെ അതിൻ ആൻ്റണി, 16 വയസ്സുള്ള അതിൻ ആൻ്റണി തുടങ്ങിയവർക്കാണ് ഇപ്പോൾ സാരമായി തന്നെ പരിക്കേറ്റതെന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ പറയുന്ന കാര്യം അമിതമായി മദ്യപിച്ച് വാഹനം ഓടിച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്നുള്ളതാണ്. കൊടും വളവിൽ അമിത വേഗത്തിലാണ് ആ വാഹനം എത്തിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇത് വലിയൊരു അപകട വളവാണ്. ആ അപകട വളവിനെ താണ്ടി വരുന്ന വാഹനത്തിൻ്റെ വേഗത നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. CCTV ദൃശ്യങ്ങൾ അത് വളരെ പ്രകടമാണ്. അമിത വേഗത്തിലെത്തുകയും തുടർന്ന് ഡിവൈഡർ മറികടന്നുകൊണ്ട് ഇപ്പുറത്തേക്ക് വരികയും ഈ ജനറൽ ആശുപത്രി റോഡിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഇടിച്ചു തെറിപ്പിച്ചതെന്നുള്ളതാണ്. ഈ ബൈക്ക് യാത്രികനാണ് സാരമായി തന്നെ പരിക്കേറ്റിട്ടുള്ളത്. ബൈക്ക് യാത്രികനെ ഇപ്പോൾ നിലവിൽ പ്രശാന്ത് കുമാറിനെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവരെ തിരുവനന്തപുരത്ത് തന്നെ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.